2026-27 പുതുക്കിയ ബഡ്ജറ്റ് ഇന്ന് വി.ഡി. സതീശൻ ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ അവതരിപ്പിച്ചു. ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആദിവാസി ട്രൈബൽ യൂണിവേഴ്സിറ്റി മുതൽ ന്യൂജൻ വരെ ഇസഡ് വരെയുള്ള ആളുകൾക്കുള്ള ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളും പുതിയ കേരളത്തെക്കുറിച്ചുള്ള ചിന്തകളും ആശങ്കകളും സ്വപ്നങ്ങളുമൊക്കെയാണ് പങ്കുവച്ചിരിക്കുന്നത്. ആദ്യത്തെ ഒരു ബഡ്ജറ്റാണ്. കഴിഞ്ഞ ബഡ്ജറ്റിനൊന്ന് റീവർക്ക് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞുള്ള പുതിയ ബഡ്ജറ്റായിരിക്കും, ഇനി വരുന്ന അടുത്ത ബഡ്ജറ്റായിരിക്കും ഏറ്റവും ഒറിജിനൽ ബഡ്ജറ്റ്. എങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ റീവർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന്, മിഷൻ സമുദ്ര. ഒന്നാമതായി വളരെ മനോഹരമായി വരുന്ന ഒരു പ്രോജക്റ്റാണ് മിഷൻ സമുദ്ര. മാരിടൈം മ്യൂസിയം, വളരെ കൃത്യമായി മാരിടൈം മ്യൂസിയം വരുന്നു. സതേൺ കേരള എക്കണോമിക് കോറിഡോർ ആൻഡ് റയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോർ, അത് ചവറ ഒക്കെ കേന്ദ്രീകരിച്ചായിരിക്കും, ആലപ്പുഴ കേന്ദ്രീകരിച്ചായിരിക്കും ആ കാര്യങ്ങളൊക്കെ വരുന്നു. ഏവിയേഷൻ ഹബ്ബ് എന്ന് പറഞ്ഞാൽ 4 വിമാനത്താവളങ്ങൾ, തിരുവനന്തപുരം, കൊച്ചി, നെടുമ്പാശ്ശേരി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് കരിപ്പൂർ, പിന്നെ കണ്ണൂർ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഏവിയേഷൻ ഹബ്ബ് വരുന്നു. ഇൻവെസ്റ്റ് കേരളം പ്രോജക്റ്റ് വരുന്നു. കേരള MSCME ഗ്രോത്ത് സ്കീം, 10,000-ഓളം പുതിയ സൂക്ഷ്മ സംരംഭങ്ങൾ വരുന്നു. വൺ കേരള കരുതൽ മിഷൻ, അത് വയോജനങ്ങൾക്കും രോഗികൾക്കും ആശ്രിതർക്കുമുള്ള വലിയൊരു കരുതൽ നോക്കുന്ന വൺ കേരള കരുതൽ മിഷൻ. ഗ്ലോബൽ ജോബ് വാച്ച് ടവർ, യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്ലോബൽ ജോബ് വാച്ച് ടവർ വരുന്നു. സ്പേസ് എക്കോണമി, അതായത് സ്പേസ് സയൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള തൊഴിൽ സാധ്യതകളെ പ്രോത്സാഹിപ്പിക്കാൻ സ്പേസ് എക്കോണമി വരുന്നു. കേരള നോളജ് വാലി, സിൽക്കൺ വാലിയൊക്കെ പോലെ, അമേരിക്കയിലെ സിൽക്കൺ വാലിയൊക്കെ പോലെ കേരള നോളജ് വാലി പ്രോജക്റ്റ് വരുന്നു. വയനാട് ട്രൈബൽ സർവകലാശാല ഞാൻ സൂചിപ്പിച്ചു, അതിൻ്റെ വിജ്ഞാനം. കേരള ഹെൽത്ത് ലൈഫ് ആൻഡ് സയൻസ് പാർക്ക് വരുന്നു, സയൻസ് സിറ്റി വരുന്നു. റിസർച്ച് പാർക്ക് വരുന്നു കേരളത്തിൽ. കേരള സിൽവർ എക്കോണമി ഇൻ ദ സെൻസ് അത് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും അവരുടെ വയോജനങ്ങളുടെ സന്തോഷത്തിനും ആനന്ദത്തിനും വേണ്ടിയുള്ള പദ്ധതികൾ വരുന്നു. കെയർ ഗീവർ പദ്ധതി, അതായത് ഈ മുതിർന്നവരെയൊക്കെ പരിശീലിപ്പിക്കുന്നതിനും അവർക്ക് ആവശ്യം ഈ വ്യായാമ മുറകൾ അതെല്ലാം പരിശീലിപ്പിക്കുന്നതിനും അവരെ കെയർ ചെയ്യുന്നതിനുമായിട്ടുള്ള കോഴ്സുകൾ ആരംഭിക്കണം. 6 മാസത്തെ കോഴ്സാണ്. നഴ്സിംഗ് കോളേജുകളിലായിരിക്കും ഇത് വരുന്നത്. അനുബന്ധ കോഴ്സാണ്. ഇത് പാസ്സായാൽ അവർക്ക് സർട്ടിഫിക്കറ്റും അവർക്ക് ചെറിയ സ്റ്റൈപ്പൻറ്റും ഒക്കെ കൊടുത്തുകൊണ്ട് വീടുകളിൽ സഹായം എത്തിക്കുന്നതിനുൾപ്പെടെയുള്ള കെയർ ഗീവർ പദ്ധതി വരുന്നു. ഭൂപരിഷ്കരണങ്ങളുടെ നിയമം, 2ാം ഭൂപരിഷ്കരണം വരുന്നു. ലാൻഡ് ബാങ്ക് വരുന്നു. ഭൂവിനിയോഗ നയം മാറ്റുന്ന രീതികൾ വരുന്നു. പുനരുപയോഗ ഊർജ്ജത്തെക്കുറിച്ച് സോളാറും വൈദ്യുതി, അതുപോലെ കാറ്റും തിരമാലയും, പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ നിന്നുള്ള വേസ്റ്റിൽ നിന്നുള്ള എനർജി അടക്കമുള്ള പുനരുപയോഗ ഊർജ്ജത്തെക്കുറിച്ചുള്ള പരിപാടികൾ വരുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് സോൺസ്, കേരളത്തിലെ പ്രത്യേക ഇൻവെസ്റ്റ്മെൻറ്റ് സോൺ നിക്ഷേപ മേഖലകൾ വരുന്നു. മലബാർ ഫുട്ബോൾ സ്റ്റേഡിയം, മിക്കവാറും അത് മലപ്പുറത്തായിരിക്കും. ഫുട്ബോൾ സ്റ്റേഡിയം വരാനുള്ള സാധ്യതയുണ്ട്. മലബാർ ക്യാൻസർ സെൻറ്റർ വരാനുള്ള സാധ്യത പറയുന്നുണ്ട്. ബ്രാൻഡ് കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ചെറുകിട ഉൽപ്പന്നങ്ങളെ ബ്രാൻഡ് ചെയ്യാനുള്ള ബ്രാൻഡ് കേരളം പരിപാടി. ഫിഷറീസ് ഹബിൻ്റെ പ്ലാൻ ഉണ്ടാക്കുന്നു. അർബൻ ഗ്രോത്ത് മിഷൻ, JC ഡാനിയൽ ഇൻ്റർനാഷണൽ ഫിലിം സിറ്റി, ചിത്രനഗരം എറണാകുളത്ത് 100 കോടി രൂപയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ സലിം കുമാറിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്മാരകമായി പറവൂരിൽ അദ്ദേഹത്തിന് സ്മാരകം വരാൻ സാധ്യതയുണ്ട്. സലിം കുമാർ മരിച്ചുപോയി. MT വാസുദേവൻ നായർ കൾച്ചറൽ സെൻറ്റർ കോഴിക്കോട് വരുന്നു. ജോൺസൺ മ്യൂസിക് അക്കാദമി വരുന്നു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, 25 ലക്ഷത്തിൻ്റെ അത് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ 5 പരിപാടിയിൽ ഒരെണ്ണമാണ്. പാചകകല പഠിപ്പിക്കുന്നതിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് പാചകകല പഠിപ്പിക്കുന്നതിന് ഹോട്ടലുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള വളരെ നല്ലൊരു കോഴ്സാണ്. ഒരുപാട് തൊഴിൽ സാധ്യതയുള്ളൊരു മേഖലയാണ്. ഡിസാസ്റ്റർ റെസിലിയൻസ് പ്രോഗ്രാം, അത് ദുരന്ത നിവാരണ പരിപാലനത്തിനുള്ള പരിപാടികൾ. സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ ഡിസൈൻ വരുന്നു. പ്രവാസി പങ്കാളിത്ത പരിപാടി വരുന്നു. ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ്, അതൊരു പുതിയ ആശയമാണ്. ഗ്ലോബൽ ഗോൾഡ് ഹബ്ബും വരുന്നുണ്ട്. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ, ജെൻ ഇസഡ് ആൻഡ് ന്യൂജൻ ടെക്നോളജിയെക്കുറിച്ചുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ പഠിപ്പിക്കുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി 5 പരിപാടിയും വരുന്നുണ്ട്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സൗജന്യ ബസ് യാത്ര, വയോജന വകുപ്പ് തുടങ്ങിയ 5 കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അത് വരുന്നു. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, വനം, ഗ്രാമവികസനം, സഹകരണം, ഇങ്ങനെ തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ പരിപാടികൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിഭവ സമാഹരണത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ കൃത്യമായിട്ടുള്ള 100-106 പേജുള്ള ഒരു മലയാള റിപ്പോർട്ട് ആണ് പുറത്തു വന്നിട്ടുള്ളത്. വളരെ കൃത്യം. പിന്നെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജീവനക്കാർക്ക് എന്തൊക്കെയാണ് ആനുകൂല്യം കൊടുക്കുന്നതെന്ന്. അത് കണക്ട് ചെയ്ത് കാണുക. അപ്പോൾ എന്തായാലും ബഡ്ജറ്റിനെ സംബന്ധിച്ച് വളരെ ഒരു റീവർക്ക് ചെയ്ത, ഒരു തുന്നിക്കെട്ടിയ, പുതിയതായിട്ട് ഉടുപ്പ് തച്ചതിന് ശേഷം കഴിഞ്ഞ ഗവൺമെൻറ് തച്ചിട്ടിട്ട് പോയ ഉടുപ്പിനെ ഒന്ന് പൊളിച്ച് തച്ചതാണ്. അപ്പോൾ അതിൻ്റേതായ പരിമിതികളും ഏച്ചുകെട്ടലുകളും മുഴച്ചിരിക്കലുകളൊക്കെ ഉണ്ടാകും. എങ്കിലും ഒരുപാട് പുതിയ ആശയങ്ങൾ, ഇന്നവേഷൻ ആശയങ്ങൾ
ഈ ബഡ്ജറ്റിൽ കയറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഇനിയും വരുംകാല ബഡ്ജറ്റുകളിൽ പുതിയ ആശയങ്ങൾ ഉണ്ടാവും. എന്തായാലും ഒരു പുതിയുഗ കേരളത്തെക്കുറിച്ചാണ് വി.ഡി. സതീശൻ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നത്. കുറേ വിജ്ഞാന മേഖലയെക്കുറിച്ചും റിസർച്ച് മേഖലയും അതുപോലെ വ്യവസായ കാര്യങ്ങളും തൊഴിൽ കൂടുതൽ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നു. മെഡിക്കൽ കോളേജ് ആലപ്പുഴയിലും ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടും തിരുവനന്തപുരത്തും പുതിയ മെഡിക്കൽ കോളേജിൽ വരുന്നു. മലപ്പുറം ജില്ലയിൽ റീജിയണൽ ക്യാൻസർ സെൻറ്റർ വരുന്നു. അങ്ങനെ വ്യത്യസ്തമായ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു ബഡ്ജറ്റായി ഇത് നമുക്ക് കാണാം. ഹെൽത്ത് സെക്ടറിൽ, എഡ്യൂക്കേഷൻ സെക്ടറിൽ, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെക്ടർ, ഓരോ മേഖലയിലും വ്യത്യസ്തങ്ങളായ ഒരുപാട് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുക. അതുപോലെ ഫുട്ബോൾ ഗ്രൗണ്ട് സ്റ്റേഡിയം വരുന്നതൊക്കെ വലിയ കാര്യമാണ്. കാരണം ഫുട്ബോളിനൊക്കെ കേരളത്തിൽ വലിയ സാധ്യതയുള്ള പ്രദേശമാണ്. കുട്ടികളൊക്കെ ധാരാളം സ്പോർട്സിലേക്കൊക്കെ പോയി സ്പോർട്സ് താരങ്ങളെയൊക്കെ സൃഷ്ടിക്കാൻ അത് സഹായിക്കും. ബ്രാൻഡ് കേരളം അതും നല്ലൊരു പദ്ധതിയാണ്. കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്യാനായിട്ടൊരു ബ്രാൻഡിങ് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ വളരെ വ്യത്യസ്തമായ നിരവധി പരിപാടികൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത് മനോഹരം തന്നെയാണ്.